ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ നിലപാട് അറിയിക്കും. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഇത് ജാമ്യം കിട്ടാനുള്ള ഒരു തന്ത്രമാണോ എന്ന സൂചനയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണ, ഈ നടൻ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം ഒരു കത്ത് അയച്ചിരുന്നു ഈ അന്വേഷണ സംഘത്തിന്. താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്നും തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളതുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഇത് സിദ്ദിഖിന്റെ തന്ത്രമാണ് എന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ടായി. സിദ്ദിഖിനും ഒരു മുഴം മുമ്പേ എറിയുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഒരു തന്ത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വിവരശേഖരണം എന്ന പേരിൽ സിദ്ദിഖിനെ വിളിച്ചു വരുത്തി പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്താനാണ് ലക്ഷ്യം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നാളത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ തീരൂ എന്നൊരു നിലപാട് അന്വേഷണ സംഘം എടുക്കാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിക്കാനാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നും വ്യക്തമാകുന്നു. മുൻകൂർ ജാമ്യം ഏത് വിധേനയും ലഭിക്കുന്നത് തടയുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിനോട് കാര്യമായ സഹകരണം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ തന്നെ സിദ്ദിഖിന് അത് വലിയ വിലങ്ങുതടിയാവുകയും ചെയ്യും. ഈ മുൻകൂർ ജാമ്യം കിട്ടാൻ ചോദ്യം ചെയ്യൽ ആവശ്യപ്പെട്ട് ഈ സിദ്ദിഖ് സമർപ്പിച്ച കത്ത് അതൊരു തന്ത്രമാണ് എന്ന തിരിച്ചറിവാണ് അന്വേഷണ സംഘത്തെ ഈ രീതിയിൽ നീങ്ങാൻ പ്രേരിപ്പിച്ചത്. ശരി, പ്രത്യേക അന്വേഷണ സംഘം നടൻ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്ന സൂചനയാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തരുന്നത്.